ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പ് ഈ മാസം 30-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. ജമ്മുകാശ്മീരിലെ സുരക്ഷാസ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാർലമെന്റ് വളപ്പിലെ പ്രേരണാസ്ഥൽ ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജ്യത്തിന് സമർപ്പിക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നേരിയ ഭൂചലനം, ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന് കേൾക്കാം. തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ പതിപ്പായിരിക്കും ഇത്. പരിപാടിയുടെ 111-ാം എപ്പിസോഡിലേക്ക് 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പ് വഴിയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴിയോ ഈ മാസം 28 വരെ ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ നിലയങ്ങളിലൂടെയും എയർ ന്യൂസ് വെബ്സൈറ്റ് വഴിയും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് പരിപാടി ലഭ്യമാകും. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടി രൂപയോളം ചൊവ്വാഴ്ച കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. 9,03,00,000 കർഷകരുടെ അക്കൌണ്ടിലേക്കാണ് പണം നൽകുന്നത്. വാരാണസിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 11 കോടി കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 3 ലക്ഷം കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ സുരക്ഷാസ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകളും യോഗം അവലോകനം ചെയ്യും. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കരസേന പോലീസ്, ജമ്മുകാശ്മീർ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാസ്ഥിതി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ ശ്രീ അമിത്ഷാ വിലയിരുത്തിയിരുന്നു. പാർലമെന്റ് വളപ്പിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഉന്നത നേതാക്കളുടെയും പ്രതിമകൾ ഒരു സ്ഥലത്തു തന്നെ കണ്ട് ആദരമർപ്പിക്കാൻ സന്ദർശകർക്ക് അവസരം ഒരുക്കുന്ന പ്രേരണാസ്ഥൽ ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ പാർലമെന്റ് അംഗങ്ങളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഉന്നത നേതാക്കളുടെ ജീവചരിത്രവും സന്ദേശവും നവസാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സമൂഹ മാധ്യമത്തിൽ പാദഹസ്താസനത്തിന്റെ പ്രയോജനങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഏവരും പരിശീലിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജമ്മുകാശ്മീരിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം ചേരും. ഈ മാസം 29-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 19-ന് അവസാനിക്കുന്ന അമർനാഥ് തീർത്ഥാടനം സുഗമമാക്കുന്നതിന് റോഡ് സൌകര്യം, ജമ്മു ശ്രീനഗർ ഹൈവേ എന്നിവ ചർച്ചാ വിഷയമാകും. ലഡാക്കിൽ സോജില തുരങ്കം പോലെ നയതന്ത്ര പ്രാധാന്യമുള്ള വികസന പദ്ധതികളാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. ബാൽടാൽ പഹൽഗാം ബേസ് ക്യാമ്പ് മുതൽ അമർനാഥിലേക്കുള്ള ഹൈവേ നിർമ്മാണ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതാണ്. ജമ്മുകാശ്മീരിൽ നടന്നുവരുന്ന 1 ലക്ഷം കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളും അവലോകനം ചെയ്യും. വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനിന്റെ ട്രയൽ റൺ അടുത്ത 2 മാസത്തിനുള്ളിൽ ആരംഭിക്കും. നിലവിൽ ചെയർ കാറുകൾ മാത്രമുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് റെയിൽവേ ഓടിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിനായി ജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയരുന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് ട്രെയിൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിലും യാത്രക്കാർക്ക് സുഖപ്രദമായ യാത്ര ലഭ്യമാക്കുന്നതിലും റെയിൽവേ ശ്രദ്ധ കേന്ദ്രീകരിക്കും. താഴ്ന്ന വരുമാനക്കാർക്ക് സുഖകരമായ യാത്ര ഒരുക്കുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 35,000 കിലോമീറ്റർ റെയിൽ പാതകൾ നിർമ്മിച്ചു. അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പാലക്കാടും തൃശൂരും ഇന്ന് പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം. പാലക്കാട് ജില്ലയിലെ തൃത്താല, തിരുമറ്റിക്കോട് മേഖലകളിലാണ് ഇന്ന് പുലർച്ചെ 3:55 വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 2.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അതേസമയം നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്ക വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂരിൽ MPയായി ഒതുങ്ങില്ലെന്നും കേരളത്തിന്റെ MPയായിട്ടായിരിക്കും പ്രവർത്തനമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തമിഴ്നാടിനും ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ ഉണ്ടായത് 1.5 വർഷം നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കോൺഗ്രസ് നേതാക്കളായ ഇന്ദിരാഗാന്ധിയെയും കരുണാകരനെയും കുറിച്ചും താൻ നടത്തിയ പരാമർശങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാവന സ്മരണകളുമായി കേരളത്തിൽ നാളെ ബലിപ്പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപ്പെരുന്നാളും. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാഹചര്യങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് മധ്യകിഴക്കൻ മേഖലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ബീഹാർ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് കഠിനമായ ചൂട് നിലനിൽക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഈ മാസം 18 വരെ സമാനമായ അവസ്ഥ തുടരും. അതേസമയം അടുത്ത 6 ദിവസങ്ങളിൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലും പശ്ചിമ ബംഗാളിലും കനത്ത മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കർണാടക, കേരളം, ലക്ഷദ്വീപ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ കാറ്റ്, ഇടിമിന്നൽ എന്നിവയോടുകൂടിയ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി. സ്കോട്ട്ലൻഡ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റിന് 180 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ നേരിടും. അതിനിടെ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ന് 1:30 മത്സരം. ക്രിമിനൽ നിയമ സംവിധാനത്തെക്കുറിച്ച് അറിവ് പകരാൻ കേന്ദ്ര സർക്കാർ കൊൽക്കത്തയിൽ ഇന്ന് സമ്മേളനം സംഘടിപ്പിക്കും. പുതിയ 3 ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം 2023 എന്നിവയുടെ സവിശേഷതകൾ വ്യക്തമാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഡിസംബറിലാണ് രാഷ്ട്രപതി 3 നിയമങ്ങൾക്കും അംഗീകാരം നൽകിയത്. ജൂലൈ 1 മുതൽ ഇവ പ്രാബല്യത്തിൽ വരും. തെക്കൻ ഗാസ മുനമ്പിലെ സംഘർഷത്തിൽ തന്ത്രപരമായ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ച് ഇസ്രായേൽ സൈന്യം. വർദ്ധിച്ച അളവിലുള്ള മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യാൻ മേഖലയിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 വരെ സൈനിക നീക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ സംവിധാനം തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇന്ന് പിതൃദിനം. ജൂൺ മാസത്തിലെ 3-ാം ഞായറാഴ്ചയാണ് ലോകമെമ്പാടും പിതൃദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അച്ഛനുള്ള സ്വാധീനം ഓർത്തെടുക്കാനും അതിനെ ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും നൽകുന്നത്. 1910 അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ഫാദേഴ്സ് ഡേ ആദ്യമായി ആഘോഷിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പ് ഈ മാസം 30-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. ജമ്മുകാശ്മീരിലെ സുരക്ഷാസ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാർലമെന്റ് വളപ്പിലെ പ്രേരണാസ്ഥൽ ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജ്യത്തിന് സമർപ്പിക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നേരിയ ഭൂചലനം, ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.